ഞാൻ സീനാണ്. ഇപ്പോൾ ഫ്രീഡം ബൈ PG എന്ന പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തുടക്കക്കാർക്ക് പറ്റിയ 4 പ്രാവുകളെ കുറിച്ചാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് കടന്നാലോ. ആയിട്ട് പറയാൻ പോകുന്നത് നമ്മളെ മുഗിയാണ്. മുഗി എല്ലാത്തരം മുഗിയുണ്ട്, സിൽവർ മുഗിയുണ്ട്. നമുക്ക് ഓരോ മുഗീൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സിൽവർ മുഗി ഇതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മളെ ബ്രൗൺ മുഗിയാണ്. ഇതൊരു സിൽവർ മുഗി. ഇത് എനിക്ക് കിട്ടിയല്ല, എനിക്ക് ഫോട്ടോ കിട്ടിയൊരു മുഗികളാണ് ഇതെല്ലാം. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മളെ ലാഹോറാണ്. ലാഹോർ എന്ന് പറഞ്ഞാൽ സിറാസാണ്. അത് നല്ല ബേർഡാണ്, തുടക്കക്കാർക്ക് പറ്റിയ നല്ലൊരു ബേർഡാണ്. അത് നിങ്ങൾ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ലാഹോർ. ഇനി ഷിറാസ് എന്ന് ഇതിൻ്റെ പേരുണ്ട്. നല്ലൊരു ബേർഡാണിത്. തരാൻ പോകുന്നത് നമ്മളെ ഫാൻറ്റയിലാണ്. ഫാൻറ്റയിൽ ഇന്ത്യൻ ഫാൻറ്റയിലുണ്ട്, ഓസ്ട്രേലിയൻ ഫാൻറ്റയിൽ, എല്ലാ തരം ഫാൻറ്റയിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് എല്ലാ ഫാൻറ്റയിലിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. ഫാൻറ്റയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് പറക്കാനൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരു പ്രാവാണിത്. ഇത് നല്ലൊരു പിക്ചർ ക്വാളിറ്റി ക്ഷമിക്കണം. ഇതിൻ്റെത് ഇതൊരു കറുപ്പ് ഫാൻറ്റയിലാണ്. നേരത്തെ കണ്ട വെള്ള ഫാൻറ്റയിലാണ്. നല്ലൊരു പീജാണ് ഇത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മളെ സാറ്റിയാണ്. സാറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. സാറ്റിൻ്റെ ഫോട്ടോ. സാറ്റി നല്ലൊരു ബേർഡാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ കൊക്കാണ്. പിന്നെ അതിൻ്റെ ഈ ചിറകിന് ഇവിടെ ഇങ്ങനത്തെ കളറ് ഈ വര പോലത്തതാണ് അതിൻ്റെ പ്രത്യേകത. നാടൻ പ്രാവിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നാടൻ പ്രാവ് ഒരു ഫോസ്റ്റർ ബേർഡായിട്ട് കണക്കാക്കാം. ഫോസ്റ്റർ ബേർഡ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പ്രാവ് മുട്ടയിട്ട് അത് അടിയിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാടൻ പ്രാവിന് വെച്ച് കൊടുക്കാം. നാടൻ പ്രാവ് അത് നല്ലോണം കുട്ടീനെ നോക്കിക്കോളും. മുട്ട അടിയിച്ച് കുട്ടീനെ നല്ലോണം നോക്കും. നല്ലൊരു ബേർഡാണിത്. ഇപ്പോൾ കൊറോണ ടൈം ആയിക്കൊണ്ട് നാടൻ പ്രാവിൻ്റെ പൈസ എല്ലാം കൂടിയിട്ടുണ്ട്. കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.